ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ. ഇവിടെ നല്ല വെട്ടമൊക്കെ മങ്ങി നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മട്ടൻ്റെ ലിവറും ഹാർട്ടുമാണ് ഇത്. അപ്പോൾ ഇതും നമ്മുടെ തേങ്ങാപ്പാലിട്ട് നന്നായിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് പേരെന്ത് വേണമെങ്കിലും ഇടാം. മട്ടൻ ലിവർ ആൻഡ് ഹാർട്ട് ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ എന്ത് വേണം. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ഒന്നാന്തരമായിട്ട് വരട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചെയ്താലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാരണം ഇതിൻ്റെ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാം നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ്. അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ, പച്ചമുളകൊക്കെ വാടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. ഞാൻ പൊടിക്കുന്നൊന്നുമില്ല, ഇതുപോലെ തന്നെ ചേർക്കുവാണ്. ഉണ്ടോ? ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മട്ടൻ ലിവറും ഹാർട്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ ചോരയുടെ അംശം അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. നമ്മൾ ലിവർ ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അതുപോലെ തന്നെ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കണം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്നായി വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ലിവറൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. വെള്ളമൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കേണ്ടത് തേങ്ങയുടെ 2ാം പാല്. കണ്ടോ? തേങ്ങയുടെ 2ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാലിൽ കിടന്ന് നമ്മുടെ ഈ ലിവറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ? നമ്മുടെ ലിവറൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കാഷ്നട്ട് പേസ്റ്റ് ആണ്. നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കുവാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ലിവറൊക്കെ ആകുമ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കണമല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. അല്പം 1ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കരുത്. ലിവർ പിന്നെ ഹാർട്ട് തേങ്ങാപ്പാല് നന്നായിട്ട് കുരുമുളക് പൊടിയിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചോറിന്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. കിടിലൻ ടേസ്റ്റ് ആണ്. ഈ പ്രത്യേക മണമാണ് തേങ്ങാപ്പാലിൽ കിടന്നത്. നമ്മുടെ ലിവറൊക്കെ വെന്ത് വരുമ്പോൾ കിടിലൻ മണമാണ് കേട്ടോ. നിൽക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സ്മെല്ലാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.